ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയ ചാനലായ അപ്പൂസ് ആൻഡ് കുട്ടൂസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അതിൽ ചെയ്യുന്നത് ഒരു ടൊമാറ്റോ കിച്ചടിയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചു. ചൂടായ സമയത്ത് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ ഏത് കുക്കിംഗ് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ചേർക്കുക. അതിനുശേഷം എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് പിച്ചിടുക, അതുപോലെ കടുകിടുക. കടുക് നല്ലതുപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിൽ കുറച്ച് കറിവേപ്പില ചേർക്കാം. ഏറ്റവും രുചികരമായ ഒരു തക്കാളി കിച്ചടിയാണ്. അതുപോലെ ഏറ്റവും സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണിത്. അതിലേക്ക് ഞാനൊരു 3 സവാള അരിഞ്ഞതും ഒരു 4 പച്ചമുളക് കീറിയിട്ടതുമാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റുക എന്ന് പറയുമ്പോൾ അത് ഗോൾഡൻ കളറൊന്നും ആകണ്ട, ഒരു ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതി. ഓക്കെ, പച്ചമുളക് ഞാനിപ്പോൾ ഒരു 4 ഇട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അത് കുറച്ചിടുക. വലിയ എരിവ് വേണ്ടാത്തൊരു കറിയാണ്, പക്ഷെ ചെറിയ ഒരു എരിവ് വേണം എന്നുള്ളവർ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. നമ്മളിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, ഏറ്റവും സിമ്പിളായ രീതിയിലാണ് ഇത് ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനാവശ്യമായ ഉപ്പ് കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇത് കട്ടായിപ്പോയി തോന്നുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നമുക്കിപ്പോൾ കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ ഇതിൽ ലാസ്റ്റ് കൂട്ടൊക്കെ ചേർക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഓക്കെ, അപ്പോൾ അതിലോട്ട് അതൊന്ന് ട്രാൻസ്പെറൻ്റായി വരുന്ന സമയത്ത്, ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. നമുക്കിപ്പോൾ ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് സാമ്പാറാണ്. അപ്പോൾ സാമ്പാറുള്ള സമയത്ത് ഈ കിച്ചടി ഒരു മാങ്ങാക്കറി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഒന്ന് വേവട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇത് അടച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഒരുപാട് അങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഏകദേശം ഇത് ചെയ്ത് അത്രയും സമയം തന്നെ മതി നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം, അത്രയേ ഉള്ളൂ. ഒരുപാട് ഇങ്ങനെ വെന്തുടഞ്ഞ് അങ്ങനെയൊന്നും പോകട്ടെ, പക്ഷേ എല്ലാത്തിൻ്റെയും ആ പച്ചമണം, അതായത് റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കറക്റ്റായി ഒന്ന് കിട്ടിയാൽ മതി. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത്. ഓക്കെ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കാം, അടി പിടിക്കാതെ. നമ്മൾ കഴിയുന്നതും തീ കൂട്ടിയും കുറച്ചും വയ്ക്കുക. ഞാനിപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കൂടിപ്പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കുക, ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ നേരത്തെ ചേർത്ത ഉപ്പ് എനിക്ക് കുറച്ച് കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയത്ത് ഒന്നും കൂടെ നോക്കിയിട്ട് ഉപ്പ് ചേർക്കുകയാണ്. കാരണം തക്കാളി ഇടുന്ന സമയത്ത് ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് മാറും. അപ്പോൾ ഈ കുക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടും. ഈ കുട്ടികളൊക്കെ ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഒക്കെ അവർ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കഴിഞ്ഞു കണ്ടോ, ഞാൻ ഗ്യാസ് അണച്ചു. അതിനുശേഷം നല്ലതുപോലെ തണുക്കാൻ വയ്ക്കണം. ഓക്കെ, തണുത്തതിന് ശേഷം, ഇപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ 1 കപ്പ് തൈരാണ് ചേർക്കുന്നത്. ഇപ്പോൾ 1/2 കപ്പ് ചേർത്തു. എന്നിട്ട് ഇളക്കി നോക്കുക. നമുക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടെ ചേർക്കുക. അപ്പോൾ ഏകദേശം ഞാൻ 1 കപ്പോളം തൈര് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. വലിയ പുളിപ്പില്ലാത്ത തൈരാണ് ഇതിന് നല്ലത്. ഒരുപാട് പുളി വേണ്ട, കാരണം തക്കാളിയിൽ നമുക്ക് പുളിയുണ്ട്, ആവശ്യത്തിനുള്ള പുളിയുണ്ട്. അപ്പം അതിന് വേണ്ടി നോക്കിയിട്ട് പുളിപ്പ് കുറഞ്ഞ തൈരാണ് എപ്പോഴും ബെസ്റ്റ്. ചിലർക്ക് ഇഷ്ടമുണ്ട്, പുളിപ്പ് കൂടിയ സാധനങ്ങൾ ഇഷ്ടമുണ്ട്, അങ്ങനെയുള്ളവർ പുളിപ്പുള്ളത് ഇടുക. കൂടുതലും പുളിപ്പില്ലാത്തതാണ് ഇതിൽ നല്ലത്. ഓക്കെ, ഞാനിപ്പോൾ ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. കണ്ടോ, എന്ത് ഭംഗിയാണോ അത്രയും തന്നെ ടേസ്റ്റിയുമാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.